നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പനായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ വചനം ധ്യാനിക്കുവാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ വരുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി പകരണമേ. മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കൃപ തരണമേ. ഈ സൂമിൽ കൂടി വന്നിട്ടുള്ള സഹോദരിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഇനി വന്നു ചേരുവാനുള്ളവരെ കർത്താവ് വേഗത്തിൽ കൊണ്ടുവരുത്തുമാറാകണമേ. ദൈവവചനം വെളിപ്പാടായി പ്രാപിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ടെക്നോളജിയെ, എക്യുപ്മെന്റ്സിനെ കർത്താവ് നിയന്ത്രിക്കണമേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ നിയന്ത്രണം ഉണ്ടാകണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അബ്രഹാമിനെ കുറിച്ചും ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും ഒക്കെ അവരുടെ പല വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ, പ്രവർത്തികൾ വിവരിച്ചു എങ്കിൽ ഇവിടെ വന്നപ്പോൾ ഇവരുടെ മറ്റ് വിവരണങ്ങളൊന്നുമില്ലാതെ അവർ മക്കളെ അനുഗ്രഹിച്ചു എന്ന് മാത്രം പറയുകയാണ്. ഇസഹാക്ക് മറ്റൊന്നും ചെയ്തതായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നില്ല. അബ്രഹാം വിശ്വാസത്താൽ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാം വിശ്വാസത്താൽ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ പാർത്തു. അബ്രഹാം വിശ്വാസത്താൽ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരിൽ നിന്ന പോലെ അവനെ തിരികെ പ്രാപിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായ ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം, അവൻ അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു തലമുറയെ നേടുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യം. വലിയ വീര്യപ്രവർത്തികളും വലിയ ക്രൂസൈഡുകളും വലിയ പ്രഭാഷണങ്ങളും ഒന്നും നടത്താൻ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അത് കഴിയട്ടെ, അതായിരിക്കട്ടെ നമ്മളുടെ ഒരു പ്രധാന ലക്ഷ്യം. ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ഒരു തലമുറ ദൈവാനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ അനേക ഭക്തന്മാർ തലമുറകളെ കുറിച്ച്
വല്ലാതെ വേദനപ്പെട്ട് കരയുകയാണ്. അവരെ ദൈവവാഗ്ദത്തങ്ങളുടെ പിന്മുറക്കാരായി കണ്ടുകൊണ്ട് ബ്ലസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സ്തോത്രം. ദൈവിക വാഗ്ദത്തങ്ങളുടെ പിന്മുറക്കാരായി മക്കളെ വളർത്തിയെടുക്കണം. ഇതൊരു റിലേ റേസാണ്. ഇതൊരു കൈമാറ്റവും കൂടിയാണ്. ശുശ്രൂഷ കൈമാറാൻ പറ്റത്തില്ല, പക്ഷെ അനുഗ്രഹം കൈമാറാൻ പറ്റും. അപ്പോൾ ഇസഹാക്കിന് ദൈവിക വാഗ്ദത്തങ്ങളെ കൈമാറാൻ തന്റെ വാർദ്ധക്യത്തിൽ സാധിച്ചു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ആ ഭാഗം ധ്യാനിച്ചു. അവിടെ ഇസഹാക്കിന് കണ്ണ് മങ്ങി, കണ്ണിന് കാഴ്ചയില്ല എന്ന് നാം വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ തന്റെ അകത്തെ കണ്ണിന് കാഴ്ചയുണ്ട്. അതുകൊണ്ടല്ലേ ഭാവികാലം കാണാൻ പറ്റിയത്. അപ്പോ പുള്ളിക്ക് ഷോർട്ട് സൈറ്റ് ആണ് കേടായത്. ലോങ് സൈറ്റ് നല്ല ക്ലിയർ ആണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ സംബന്ധിച്ച് ലോങ് സൈറ്റ് കേടായിരിക്കുന്നു, ഷോർട്ട് സൈറ്റ് നല്ല ഭംഗിയുണ്ട്. ചെറിയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും താൽക്കാലിക കാര്യങ്ങളും കാണാൻ നമുക്കെല്ലാം കഴിവുണ്ട്. എന്നാൽ വലിയ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും നിത്യതയുടെ കാര്യങ്ങളും കാണുവാൻ നമുക്ക് അല്പം കൂടെ കാഴ്ച വേണം. അതിനുവേണ്ടി രാവിലെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ചെറിയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, താൽക്കാലിക കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടാതെ നിത്യതയുടെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടെ കാണുവാൻ കർത്താവേ എന്റെ കണ്ണ് തുറക്കണമേ എന്ന് നമുക്കിന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഇസഹാക്ക് ദൂരക്കാഴ്ച ഉള്ളവൻ ആയിരുന്നു. ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. 10 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം, 50 കൊല്ലം, 100 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് ഈ മക്കളിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ആത്മകണ്ണുകൊണ്ട് കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. എന്നാൽ യേശാവാണോ യാക്കോബാണോ എന്ന് കാണാനുള്ള കഴിവില്ല. അത് തനിക്ക് തപ്പി നോക്കേണ്ടി വന്നു. എന്നാൽ ഈ യാക്കോബിന്റെയും ഏശാവിന്റെയും മക്കളെയും അവരുടെ മക്കളെയും കാണാനുള്ള കണ്ണ് തനിക്കുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനായിട്ട് തനിക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടു. തന്റെ പുറം കണ്ണ് കാഴ്ച പോയി. എന്നാൽ ആ നിൽക്കുന്ന
മക്കളുടെ ഏശാവിന്റെ കൊച്ചുമക്കളെ കാണാൻ തനിക്ക് കഴിയുമായിരുന്നു. യാക്കോബിന്റെ തലമുറകളെ കാണാൻ അബ്രഹാമിന് കഴിയുമായിരുന്നു. നാം നമ്മുടെ ആത്മീയ തലമുറയെ കാണണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ജഡിക, നമ്മുടെ ഭൗതിക മക്കളായിട്ട് വ്യാഖ്യാനിക്കരുത്. നമുക്ക് ലഭിക്കുന്ന ആത്മീക മക്കളുണ്ടല്ലോ, അവരുടെ തലമുറയെ നമുക്ക് കാണാൻ കഴിയട്ടെ. ഒരു ആള് വിശ്വാസത്തിൽ വന്നാൽ ആ ആളിലൂടെ വിശ്വാസത്തിൽ വരാൻ പോകുന്നവരെ കാണാൻ ഉള്ള ഒരു ദൂരക്കാഴ്ചയ്ക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കും? ഈ മീറ്റിംഗിൽ 50% പേര് സുവിശേഷകരാണ്, അല്ല അതിൽ കൂടുതലും സുവിശേഷകരാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവവേല ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരക്കാഴ്ച ഉള്ളവരാവണം. സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട സ്നാനപ്പെട്ട ഈ മക്കൾ, ഈ ദൈവമക്കൾ, അവരിലൂടെ അടുത്തൊരു മിഷണറിയെ കാണാൻ നമുക്ക് കഴിയണം. അടുത്തൊരു സുവിശേഷകനെ കാണാൻ, അടുത്തൊരു പാസ്റ്ററെ കാണാൻ, അടുത്തൊരു അപ്പോസ്തലനെ കാണാൻ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ. എങ്ങനെയെങ്കിലും ഒരു സഭ സ്ഥാപിക്കുകയോ നടത്തിക്കൊണ്ടു പോവുകയോ ചെയ്താൽ പോരാ. അവരിലൂടെ അടുത്ത സഭയെ കാണണം. അവരിലൂടെ ഔട്ട് സ്റ്റേഷൻ കാണണം. അവരിലൂടെ അടുത്ത സുവിശേഷകരെ കാണണം. അടുത്ത മിഷണറിയെ കാണണം. ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അകത്തെ കാഴ്ച കൂടുതൽ ശക്തമാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ അടുത്തൊരു തലമുറയെ കർത്താവിലേക്ക് നേടുവാൻ നമ്മുടെ ആയുസ്സിൽ കഴിയട്ടെ. മറ്റൊരു കാര്യം, നമ്മൾ അനുഗ്രഹിക്കുന്നവർ ആകണം, ശപിക്കുന്നവർ ആകരുത്. അനുഗ്രഹിക്കുന്നവർ ആകണമെങ്കിൽ നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആകണം. നമ്മൾ ആരെയും അനുഗ്രഹിക്കുന്നവരായി തീരണം. അനുഗ്രഹിക്കുന്നവനാണോ അനുഗ്രഹിക്കപ്പെടുന്നവനാണോ വലുത്? അനുഗ്രഹിക്കുന്നവനാണ് വലുത്. നമുക്കൊരു വലിപ്പം വേണം, തലക്കനമല്ല, ഉൾവലിപ്പം. ഒരു ആന്തരിക വളർച്ച ഉള്ളവർക്ക് അനുഗ്രഹിക്കാൻ പറ്റും.
ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതേ കർത്താവേ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പവർ വിഷനിൽ പണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഗോഡ് ബ്ലസ് യു പ്രോഗ്രാം. പാസ്റ്റർ KC ജോൺ ആയിരുന്നു ആ എപ്പിസോഡ് എടുത്തുകൊണ്ടിരുന്നത്. ലോകത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. എന്നാല് ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ അത് നേരെ തിരിച്ച് സംഭവിക്കുന്നുണ്ട്. ശപിക്കുന്ന പേരൻസ്, ശപിക്കുന്ന പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്യന്തം ദുഃഖകരമാണ്. നമ്മൾ അനുഗ്രഹിക്കുന്നവർ ആകണം. കാണുമ്പോൾ പുറമേ ഉള്ള പല്ലുകൊണ്ട് ചിരിച്ച് അനുഗ്രഹിക്കുകയും കാണാത്തപ്പോൾ ഉള്ളുകൊണ്ട് ഞരങ്ങുകയും ചെയ്താൽ അത് നമുക്ക് തിരിച്ചടിയായിട്ട് വരികയില്ലേ. നാം അനുഗ്രഹിക്കുന്നവർ ആകണം. പത്രോസ് പറഞ്ഞൊരു വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അതിതാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവർ ആയതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആകുകയും. 1 പത്രോസ് 3:9. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. അതെ, നമ്മൾ അനുഗ്രഹിക്കുന്നവരാകണം. നമ്മൾ അനുഗ്രഹിക്കുന്നവരാകണം. എന്തുകൊണ്ടെന്നാൽ നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരെ അനുഗ്രഹിക്കാം, കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാം. കൂടുതൽ പേരെ അനുഗ്രഹിക്കാം, കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാം. അങ്ങനെ ഒരു വിശാലമായ ഹൃദയം നമുക്ക് ഉണ്ടാകട്ടെ. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞത് നമ്മയും കൂടെ ഉദ്ദേശിച്ചാണ്. നമ്മൾ ഇന്ന് ഈ സൂമിലിരിക്കുന്ന എല്ലാവരും ഒരു അനുഗ്രഹമായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമേ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശപിക്കുന്നവരായാൽ നിങ്ങൾക്ക് ശാപമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായാൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും ലഭിക്കുക. ഇതിങ്ങനെ പറഞ്ഞ് പോകുകയല്ല, ഇത് സ്വന്തം ജീവിതത്തിൽ പകർത്താനായിട്ട് നമുക്ക് ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതെ, നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഗാഡ് ബ്ലെസ് യു എന്ന് ഹൃദയത്തിൽ നിന്ന് ആളുകളോട് പറയാൻ നമുക്ക് കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു എന്ന് മാത്രമല്ല, വി ബ്ലെസ് യു എന്നും കൂടെ പറയാനുള്ള ആത്മീക ഔന്നത്യത്തിലേക്ക് നമുക്ക് വളരുവാൻ, ഉയരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ പറ്റി ലൂക്കോസ് തന്റെ
സുവിശേഷത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഷിമിയോൻ എന്നാണ്. അദ്ദേഹത്തിന് 100 വയസ്സ് പ്രായം കാണും. അദ്ദേഹത്തിന് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ആ പ്രത്യേകതകളിൽ ഒന്ന്, അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. മാത്രമല്ല, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. മാത്രമല്ല, അവന് ആത്മനിയോഗം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ യേശുവിന്റെ അമ്മയായ മേരിയെയും യോസഫിനെയും അനുഗ്രഹിച്ചതായി ലൂക്കോസ് 2:34 വായിക്കുന്നു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടുത്തേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാനുള്ള അധികാരം പരിശുദ്ധാത്മ നിറവിൽ അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി പെട്ടെന്ന് മാറും. നമ്മൾ ആദ്യം ഓർത്ത കാര്യം ഒന്നുകൂടെ ഓർക്കാം. അനുഗ്രഹിക്കുന്നവൻ എപ്പോഴും ഉയർന്നവനാണ്. ലേവ്യ പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും ആ കാര്യം വായിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കുന്നവൻ ഉയർന്നവനാണ്. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ, നിങ്ങൾക്ക് അറിയില്ലയോ എന്ന് ഇതേ പുസ്തകത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പഴയ നിയമ പശ്ചാത്തലത്തിൽ അല്ല, പുതിയ നിയമ പശ്ചാത്തലത്തിൽ നാം വായിച്ചാൽ നാമും ആത്മീകമായി ഉയർന്നവരായി തീരും. ഉയർന്നവരായി തീർന്നാൽ മാത്രമേ അനുഗ്രഹിക്കാൻ പറ്റൂ. എബ്രായർ 7:7 നോക്കി. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. തർക്കമേതുമില്ല. ഞാന് പരിശുദ്ധാത്മാവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ ആത്മാവുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറും. അനുഗ്രഹിക്കുന്നവരായി മാറുമ്പോൾ നിങ്ങൾ ഉയർന്നവനാണെന്നർത്ഥം. ഉയർന്നവനാണെന്ന് പറയണ്ട. ഉയർച്ചയ്ക്ക് വേണ്ടി ആരുടെയും റെക്കമെൻഡേഷനും വേണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം, അനുഗ്രഹിക്കുന്നവനാണ് ഉയർന്നവൻ. താങ്ക് യു ജീസസ്. ശിമിയോന്റെ ഉള്ളിൽ ആത്മാവ്, അവന്റെ മേൽ ആത്മനിയോഗം. ആത്മനിയോഗമുള്ളവൻ ആത്മീകമായ ഔന്നത്യത്തിലേക്ക് കയറും. അപ്പോൾ അവന് ബ്ലസ് ചെയ്യാനുള്ള ഒരു
നിയോഗം ലഭിക്കും. യേശുവിന്റെ അമ്മയായ മേരിയെ പരിജ്ഞാനമില്ലാത്ത മനുഷ്യർ ആരാധിക്കുമ്പോൾ യേശുവിന്റെ അമ്മയായ മേരിയെ പരിശുദ്ധാത്മ നിയോഗമുള്ളവൻ അനുഗ്രഹിക്കുകയാണ്. പരിജ്ഞാനമില്ലാത്തവർ ആരാധിക്കുന്നു, ആത്മനിയോഗമുള്ളവൻ അനുഗ്രഹിക്കുന്നു. മേരിയെയും ജോസഫിനെയും പോലും അനുഗ്രഹിക്കാനുള്ള ഉൾബലം ആന്തരിക കരുത്ത് ശിമയോൻ ലഭിച്ചത് അവന്റെ മേലുള്ള പരിശുദ്ധാത്മ നിയോഗമാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ആ നിറവിലും നിയോഗത്തിലും ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുക്കൽ വരുന്ന ഏതൊരാളെയും നിങ്ങൾക്ക് ബ്ലെസ് ചെയ്യാൻ കഴിയും. എല്ലായിടത്തും എപ്പോഴും പരസ്യമായിട്ട് സാധിച്ചില്ലെങ്കിലും ഉള്ളുകൊണ്ടെങ്കിലും ആളുകളെ ബ്ലെസ് ചെയ്യുന്നവരായി നാം തീരട്ടെ. ഇത് സാധാരണ ഒരു ക്ലാസ് അല്ല, ഇത് ചില ഉന്നതമായ അനുഭവമാണ്. അതെ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി നമുക്ക് തീരാം. ഒത്തിരി വീര്യപ്രവർത്തികൾ പലരും ചെയ്തപ്പോൾ ഇസഹാക്ക് അങ്ങനെ വലിയ കാര്യമൊന്നും ചെയ്തില്ല. ഇസഹാക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ പ്രവൃത്തി ഏതാന്ന് ചോദിച്ചാൽ എന്റെ ഉള്ളു പറയുന്നത് അപ്പൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി പാലിക്കേണ്ടതിന് ഈ മകൻ കീഴ്പ്പെട്ടു കൊടുത്തു. അതായത് വിറക് ചുമന്നുകൊണ്ടൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാനുള്ള പ്രായവും അറിവുമുള്ള ഒരു ബാലകൻ 100 വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ പൂർണ്ണമായി അനുസരിക്കുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ മാതാപിതാക്കളെ മക്കൾ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പ്രായം കഴിയുമ്പോൾ മാതാപിതാക്കളെ മക്കൾ അനുസരിപ്പിക്കും. അതാണ് കാലം. എന്നാൽ അബ്രഹാമിന്റെ മകനായ ഇസഹാക്ക് ചെയ്ത ഏറ്റവും മികച്ച കാര്യം അപ്പൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ അപ്പന്റെ മുമ്പിൽ വിധേയപ്പെട്ടു കൊടുത്ത മനുഷ്യനാണ് ഇസഹാക്ക്. അവന്റെ കൈ കെട്ടാൻ അവൻ അനുവദിച്ചില്ലെങ്കിൽ സാധിക്കുമോ? അവനെ യാഗപീഠത്തിൽ കിടത്താൻ അവൻ അനുവദിച്ചില്ലെങ്കിൽ സാധിക്കുമോ? അവൻ കേറി കിടന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ കൈ നീട്ടിക്കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അറിയാമോ? അപ്പൻ ദൈവവിളിയുള്ളവനാണെന്ന് അവൻ അറിയാം. അപ്പൻ പറയുന്നത് തികച്ചും ദൈവീകമാണെന്ന് തനിക്കറിയാം. അപ്പൻ ഒരിക്കലും ദോഷത്വം കാണിക്കത്തില്ലെന്ന് അവൻ അറിയാം. അങ്ങനെ അപ്പൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ വിനയത്തോടുകൂടെ സമർപ്പിച്ചു കൊടുത്ത ഒരു മകനാണ് ഇസഹാക്ക്. ഇതേ കാര്യമാണ് നമ്മൾ ക്രൂശിലും കാണുന്നത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി
അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. Thank you, Jesus. Thank you, Jesus. പിതാവായ ദൈവത്തിന് പുത്രനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി. കാറ്റിന്റെ മേൽ അധികാരമുള്ളവനാണെന്ന് മറക്കരുത്. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്നവനാണെന്ന് മറക്കരുത്. ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഭൂതഗ്രസ്തനെ വാക്കുകൊണ്ട് മോചിപ്പിക്കാൻ അധികാരമുള്ളവനാണെന്ന് മറക്കരുത്. ആ ദൈവപുത്രൻ തന്റെ കൈകളെ വാണ്ട് കെട്ടാനായിട്ട് കൈ നീട്ടിക്കൊടുത്തു. തന്നെ അടിക്കാനായിട്ട് കുനിഞ്ഞ് നിന്നുകൊടുത്തു. അവൻ പിതാവിന് വിധേയപ്പെട്ടു കൊടുക്കുന്നു, ഇസഹാക്കിനെ പോലെ. ഇസഹാക്ക് വിധേയപ്പെടുത്തു കൊടുത്തെങ്കിലും വേദനപ്പെടേണ്ടി വന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വിധേയപ്പെടുകയും വേദനപ്പെടുകയും ചെയ്തു. വിധേയപ്പെടുകയും വേദനപ്പെടുകയും ചെയ്തു. എന്തിനു വേണ്ടി? അത് 40-ാം സങ്കീർത്തനം 6 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3 മുതൽ വായിക്കുമ്പോൾ അതിന്റെ പുതിയ നിയമ വ്യാഖ്യാനം കാണാം. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും നീ വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും അതായത് ദൈവം സ്ഥാപിച്ച യാഗത്തെ ദൈവം വെറുക്കുന്നു. ഈ രഹസ്യം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മാത്രം അറിയുന്ന രഹസ്യമാണ്. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി അതിന്റെ ഒരു വ്യാഖ്യാനം പറയട്ടെ. ത്രിത്വത്തിന്റെ കൗൺസിലിൽ പിതാവ് പറഞ്ഞു, എനിക്ക് ഈ യാഗം ഇഷ്ടമല്ല, എനിക്ക് ഈ ഹനനയാഗവും ഇഷ്ടമല്ല, എനിക്ക് ഈ പാപയാഗവും ഇഷ്ടമല്ല, എനിക്ക് ഈ അകൃത്യാഗവും ഇഷ്ടമല്ല, എനിക്ക് ഈ ഭോജനയാഗവും ഇഷ്ടമല്ല, എനിക്ക് ഈ കാളെ കൊല്ലുന്നതിൽ താല്പര്യമില്ല, എനിക്ക് ഈ ആടിനെ കൊല്ലുന്നതിൽ ഒരു താല്പര്യവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ത്രിത്വം ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുക, അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് തിയോളജിയാണ്. ത്രിത്വം ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നത് ഒരു ഡിസ്കഷൻ അല്ലേ? മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ത്രിത്വത്തിന്റെ കൗൺസിലിന്റെ തീരുമാനമാണ്. ഓക്കെ, ബാബേൽ കോട്ട പണിയുമ്പോൾ, ഗോപുരം പണിയുമ്പോൾ വരുവീൻ എന്ന് ദൈവം അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് വിവിധ തർജ്ജിമകൾ നോക്കിയാൽ നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ത്രിത്വത്തിൽ പിതാവായ ദൈവം പറയുകയാണ്, എനിക്ക് ഈ യാഗം താല്പര്യമില്ല. അപ്പോൾ പുത്രൻ എന്തു പറഞ്ഞു? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എബ്രായർ
10:7. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരോട് പറഞ്ഞു? പിതാവായ ദൈവത്തോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? യുഗങ്ങൾക്ക് മുൻപേ അത് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥ യാഗം പുത്രനിൽ കൂടിയാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? പിതാവായ ദൈവം ഉരുവിട്ടു, ഹനനയാകവും ഭോജനയാകവും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഇത് കൽപ്പിച്ചുണ്ടാക്കിയതെന്ന് പുത്രൻ ചോദിക്കുകയല്ല ചെയ്തത്. പുത്രൻ തിരിച്ചറിഞ്ഞു, എന്നെ കുറിച്ചാണ് ഉൽപ്പത്തി മുതൽ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ കൊല്ലപ്പെട്ട ആട്ടിൻകുട്ടി ഞാനാണ്. അബ്രഹാമിന്റെ യാഗപീഠത്തിൽ കയറിക്കിടന്ന ഇസഹാക്കിന് പകരം കൊല്ലപ്പെട്ട ആട്ടിൻകുട്ടി ഞാനാണ്. യാഗപീഠത്തെങ്കിൽ ആണ്ടുതോറും കൊല്ലപ്പെടുന്ന കാളക്കിടാവ് ഞാനാണ്, ആട്ടിൻകുട്ടി ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഐ ആം റെഡി. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇവിടെയാണ് ഇസഹാക്കും ശ്രേഷ്ഠനാകുന്നത്. ഇവിടെയാണ് ഇസഹാക്കിന്റെ ഔന്നത്യം. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ഇഷ്ടമറിഞ്ഞ് സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? ഇതാ ഞാൻ വരുന്നു, എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം, 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 സ്തോത്രം. ദൈവ ഇഷ്ടം പലപ്പോഴും മധുരമുള്ളതല്ല. ദൈവ ഇഷ്ടം പലപ്പോഴും സന്തോഷമുള്ളതല്ല. അതിന് വേദനയുണ്ട്, അതിന് കയ്പുണ്ട്, അതിന് സങ്കടങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിന് വില്ലിംഗ് ആണെന്ന് പറയുന്ന ഒരു യേശുവിനെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. എന്തുകൊണ്ട് ഞാൻ വരുന്നു? പുസ്തക ചുരുളിലെല്ലാം എന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ലൂക്കോസിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഇത് ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, അല്ല, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. ലൂക്കോസ് 24 വരുമ്പോൾ, ലൂക്കോസ് 24 വരുമ്പോൾ അതിന്റെ 25, 26, 27 നോക്കാം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം മുതൽ എന്നല്ലേ? പഞ്ചഗ്രന്ഥങ്ങൾ മോശയല്ലേ എഴുതിയത്? അങ്ങനെയല്ലേ നാം മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സകല പ്രവാചകന്മാരുടെയും എന്ന വാക്ക് ശ്രദ്ധിച്ചോ. 27 വാക്യം ഒരിക്കൽ കൂടെ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത്. അപ്പോ
സകല പ്രവാചകനെന്ന് എടുത്തു പറയാൻ കാരണം ഈ പഴയ നിയമ പഠന സൗകര്യത്തിന് വേണ്ടി പ്രവാചക ഗണത്തെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് മേജർ പ്രോഫറ്റ്സ്, രണ്ട് മൈനർ പ്രോഫറ്റ്സ്. അത് പ്രവാചകന്മാര് വലുതോ ചെറുതോ എന്നുള്ളതല്ല, അവരുടെ ലേഖനങ്ങൾ ചെറുതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ യെശയ്യാവും യിരെമ്യാവും ഒക്കെ വലിയ മെസ്സേജുകൾ പങ്കുവച്ചു. എന്നാൽ യോന, മീഖ, നാഹു, ഹബക്കൂക്ക് ഒക്കെ ചെറിയ പേജ്, 2-3 പേജിലുള്ള സന്ദേശം പങ്കുവച്ചു. നോക്കൂ എത്ര കൃത്യമായിട്ടാ കർത്താവ് പറയുന്നത്. മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി തുടങ്ങി, സകല പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ മലാഖി വരെ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് താൻ ഈ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തെങ്കിൽ, വ്യാഖ്യാനിച്ചു കൊടുത്തെങ്കിൽ താൻ അതിനു മുമ്പ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതല്ലേ ഈ എബ്രായർ 10 പറയുന്നത്? എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. എന്തുകൊണ്ട്? പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആട്ടിൻകുട്ടി ഞാനാണ്, ലെവിയ പുസ്തകത്തിലെ യാഗമൃഗം ഞാനാണ്. അതുകൊണ്ട് പിതാവേ, ഇനിയും ഹനനയാകവും ഭോജനയാകവും വേണ്ട. നിന്റെ ഇഷ്ടം എനിക്കറിയാം, നിന്റെ ഇഷ്ടം എനിക്കറിയാം. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം എനിക്കറിയാം, ഞാൻ അതിന് വില്ലിങ് ആണ്. സ്തോത്രം, 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 സ്തോത്രം. ദൈവ ഇഷ്ടം അറിയുന്നവരായി നാം തീരട്ടെ. പിതാവേ, നിന്റെ ഇഷ്ടം എനിക്കറിയാം. അതറിഞ്ഞ് പുത്രൻ മുമ്പോട്ട് വരികയാണ്. അതാണ് യഥാർത്ഥ മകൻ. നോക്കൂ, അബ്രഹാം ഇസഹാക്കിനെ വിറക് ചുമപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ കുട്ടിയല്ല, യൗവനക്കാരനാണെന്ന് മറക്കണ്ട. ആ യൗവനക്കാരൻ 100 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനെ പൂർണ്ണമായി അനുസരിക്കുകയാണ്. ഓടിക്കളയാം, അപ്പനെ വേണേ കയ്യേറ്റം ചെയ്യാം, അതിനൊന്നും മുതിരാതെ അദ്ദേഹം കൈ നീട്ടിക്കൊടുത്തു, കെട്ടാൻ അനുവദിച്ചു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അങ്ങനെ പിതാവിന്റെ തിരുവിഷ്ടം പുത്രൻ നിറവേറ്റി. ഇങ്ങനെയാണ് ഇസഹാക്ക് അതുല്യനാകുന്നത്. അബ്രഹാമിനെ ഏറ്റവും ഉന്നതനാക്കിയത്, അബ്രഹാമിന്റെ ലെവൽ ഉയർന്നത്, അബ്രഹാമിന്റെ ലെവല് ഉയർന്നത് എപ്പോഴാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 22 ഉൽപ്പത്തി പുസ്തകം 22 15, 16, 17. രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും.
നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. സ്തോത്രം. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യും. ഇതുപോലെ ഒരു വേദഭാഗം വേറെ ഉണ്ടോ? തമ്പുരാൻ പറയുക, ഞാൻ എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യുക. ഈ പ്രോമിസ് വല്ലതും പുതിയതാണോ? അല്ല, പഴയതാ. പക്ഷേ ഇതിനു മുമ്പ് പറഞ്ഞെങ്കിലും അതാണയിട്ടുറപ്പിക്കുകയാണ് ഈ അനുസരണത്തിന്റെ മുമ്പിൽ. ഒരു ദൂത് പങ്കുവെക്കട്ടെ. നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രവചന ദൂതുകൾ നിറവേറാൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു അനുസരണം ദൈവം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മേൽ വീണ് കിടക്കുന്ന ദൂതുകൾ നടപ്പിൽ വരേണ്ടതിന് നമ്മുടെ ഭാഗത്തുനിന്നൊരു സമ്പൂർണ്ണ അനുസരണം ദൈവം പ്രതീക്ഷിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു സമ്പൂർണ്ണ അനുസരണം ദൈവം പ്രതീക്ഷിക്കുന്നു. ആ അനുസരണത്തിലൂടെ മാത്രമേ ആ അനുഗ്രഹം ആക്ടിവേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അബ്രഹാമിന്റെ ആത്മീക ജീവിതത്തിന്റെ സ്കെച്ച്, അതിന്റെ ആ ലെവല് ഏറ്റവും ഉയർന്നത് ഇവിടെയാ. ഏറ്റവും ഉയർന്നത് ഇവിടെയാ. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് വരയ്ക്കുമല്ലോ പണ്ട് സ്കൂളിലൊക്കെ, ആ ഗ്രാഫ് ഇങ്ങനെ വരച്ചു വരുമ്പോൾ അബ്രഹാം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇവിടെയാ. എങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം: അബ്രഹാമിന്റെ ഗ്രാഫ് ഇത്രയും ഉയരാൻ കാരണം ആരാ? ഇസഹാക്കാണ്. ഒരു 10, 16, 17 വയസ്സുള്ള ഈ ചെറുക്കൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്ത അബ്രഹാമിന്റെ ഗ്രാഫ് ഉയരുകയില്ല. കാർന്നവരെ പിടിച്ചൊരു തള്ളു കൊടുത്താൽ വീഴല്ലാതെ ഒരു പണിയില്ല. എന്നാ ചെയ്യാനോ? ഒന്നും ചെയ്യാനൊക്കെ. കാരണം വയസ്സ് 100 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന്റെ ലൈഫിന്റെ ഗ്രാഫ് ഉയർത്തുന്നതിൽ മകനൊരു പങ്കുണ്ട്. പിതാക്കന്മാരുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിൽ മക്കൾക്കൊരു പങ്കുണ്ട്. ഇസഹാക്ക് വലിയ കാര്യമൊന്നും ചെയ്തതായിട്ട് ബൈബിളിലില്ല. ഇല്ല. ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു വേറൊന്നുമില്ല. പക്ഷേ അതിനവനെ പ്രാപ്തനാക്കിയത്, ഒരു പ്രോഫറ്റിക്കൽ ബ്ലെസ്സിങ്ങിന് അവനെ യോഗ്യനാക്കിയത് അവന്റെ ഈ പ്രവൃത്തിയല്ലാതെ മറ്റൊന്ന് അല്ല. അബ്രഹാമിന്റെ ഗ്രാഫ് ഏറ്റവും ഉയർത്തിയത് ഇസഹാക്കിന്റെ സമർപ്പണം കൊണ്ടാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇതുപോലെ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നു. നമ്മൾ ഇങ്ങനെ വായിച്ചു: അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി.
ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സാണ്. ഇസഹാക്ക് ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സാണ്. അങ്ങനെയാണെങ്കിൽ യാഗം നടക്കുമ്പോൾ അബ്രഹാമിന് 120 പ്രായമുണ്ട്. ആ കുട്ടി, ആ ബാലകൻ പിതാവിന്റെ ഗ്രാഫ് ഉയരുവാൻ ആഗ്രഹിച്ചു, ഉത്സാഹിച്ചു, സമർപ്പിച്ചു. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ യെശയ്യാവ് 53:10 അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഓക്കെ, ആ ഇഷ്ടം എബ്രായർ 10:10 കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എബ്രായർ 10:10 ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓ, എന്തൊരു കണക്ഷനാണ് ഈ വാക്യങ്ങൾക്കൊക്കെ. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമാണ്. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം യേശു ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം യേശു ഇഷ്ടപ്പെട്ടു. സ്തോത്രം, 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 സ്തോത്രം. എന്നെങ്കിലും ഒരിക്കൽ ദൈവേഷ്ടത്തിന് വേണ്ടി നാം നമ്മെ തന്നെ നുറുക്കി കൊടുക്കേണ്ട ഒരു സമയം വരും. നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിന് ജീവിതത്തിൽ ഒന്നിലധികമോ പ്രാവശ്യം ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ നുറുക്കി കൊടുക്കേണ്ട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ നാം ബലം പിടിച്ചാൽ ദൈവത്തിന് മറ്റൊരു വഴി തേടേണ്ടി വരും. ആ സമയത്ത് നമ്മൾ റിബലായി മാറി, മത്സരികളായി മാറി തീരാൻ ഇടവരാതിരിക്കട്ടെ. സുവിശേഷ ഗോളത്തിൽ ദൈവസഭയിൽ ഒത്തിരി പേര് മത്സരികളായി തീർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തേ ഇവരിങ്ങനെ മത്സരികളായിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴോ ഒരിക്കൽ ദൈവഹിതത്തിന്റെ മുൻപിൽ അവര് നുറുക്കി കൊടുക്കാൻ തയ്യാറായില്ല. അതാണ് അതിന്റെ കാരണം. എപ്പോഴോ ഒരിക്കൽ അവരുടെ ജീവിതത്തിലും ഒരു ഗതശമനെ വന്നു കാണും. എപ്പോഴോ ഒരിക്കൽ അവരുടെ ജീവിതത്തിലും ഒരു മോറിയാമല വന്നു കാണും. എപ്പോഴോ ഒരിക്കൽ അവരുടെ ജീവിതത്തിലും ഒരു കാൽവറി വന്നു കാണും. ആ സമയത്ത് അവർ വിട്ടുകൊടുത്തില്ല, വിനയപ്പെട്ടില്ല. എന്റെ ദൈവമേ, നിന്നെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞില്ല. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുക വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുക വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ
സംഗീതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ ോരാം നിൻസുതനെ പോലെ വിൻഹീതം ചെയ്തോരാ നിൻസുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ വിൻഹീതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻഹീതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. Amen. Amen. We miss you, Ebin Alex. We really miss you. Thank you. അബ്രഹാമിനെ കുറിച്ച് 8-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ എഴുതി. ഏതാണ്ട് 11 വാക്യം. ഇസഹാക്കിനെ കുറിച്ച് ഒരൊറ്റ വാക്യം എഴുതി. 20-ാം വാക്യം. ഞാൻ ഇങ്ങനെ പറയാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. മുകളിൽ പറഞ്ഞ 9 വാക്യത്തിന് തുല്യമാണ് ഈ ഒരൊറ്റ വാക്യം. പ്രൈസ് ലോർഡ്. അബ്രഹാമിനെ കുറിച്ച് എഴുതിയ 9 വാക്യങ്ങൾക്ക് 10 വാക്യങ്ങൾക്ക് 11 വാക്യങ്ങൾക്ക് തുല്യമാണ് ഈ ഒരൊറ്റ വാക്യം. ഇസഹാക്കിനെ തലമുറകളെ അനുഗ്രഹിക്കത്തക്ക പ്രാപ്തനാക്കിയത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അനുസരിക്കാൻ കൂട്ടുനിന്ന ഒരു മകൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അനുസരിക്കാൻ കൂട്ടുനിന്ന ഒരു മകൻ. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ഇസഹാക്ക് യേശുക്രിസ്തുവിനോട് സമനായി, അഥവാ നിഴലും പൊരുളും എന്ന പാഠത്തിൽ ഇസഹാക്കാണ് ഏറ്റവും കൃത്യമായിട്ട് വന്നു ചേർന്നത്. നിഴലും പൊരുളും എന്ന പാഠത്തിൽ ഒത്തിരി പാഠങ്ങളുണ്ട്. പിച്ചള സർപ്പം ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ കൃത്യമായിട്ട് വന്നു ചേർന്നത് ഇസഹാക്കാണ്. താങ്ക് യു ജീസസ്. ഇന്ന് 20-ാം വാക്യം മാത്രമേ അവനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. അവനൊരു തലമുറയെ ഒരുക്കിയെടുത്തു. അവനൊരു തലമുറയ്ക്ക് ബാറ്റൻ കൈമാറി. അവൻ അനുഗ്രഹിക്കുന്നവനായിട്ട് ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അവന് പുറം കണ്ണിന് കാഴ്ച കുറവായി, എന്നാൽ അവന് അകം കണ്ണ്
അവൻ സമർപ്പണമുള്ളവനായി. ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു വന്നതുപോലെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇസഹാക്ക് അപ്പന്റെ പുറകെ വിറകുമായി പോയി. അവനെ തന്നെ നുറുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യർ 5:1-2 വാക്യത്തിൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി സമർപ്പിച്ചതുപോലെ അനുസരിച്ചതുപോലെ അനുസരിപ്പീൻ. നമുക്കിന്ന് ഇവിടെ നിർത്താം. നമ്മളിപ്പോൾ 1 മണിക്കൂർ ആയി. ഞാൻ മറ്റൊരു രാജ്യത്തായതുകൊണ്ട് സമയത്തിന്റെ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആ വരികൾ ഒന്നുകൂടെ പാടി നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ ദൈവമേ, എന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടും.